ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അത് ജാതി മത വർഗ ലിംഗ വ്യത്യാസമില്ല, യഹൂദനെന്നില്ല, യവനെന്നില്ല, ബർബരെന്നില്ല, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ പുത്രനെ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ സകല മനുഷ്യവർഗത്തെയും ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം മരണാനന്തരം ഒരു നിത്യജീവൻ അവകാശമാക്കുക. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, വേദനയുണ്ട്, നിന്ദയുണ്ട്, പരിഹാസങ്ങളുണ്ട്, പലവിധങ്ങളായ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കണ്ണീരില്ലാത്ത, വേദനയില്ലാത്ത, നിന്ദയില്ലാത്ത, പരിഹാസമില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു രാജ്യം നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേദവസ്തും വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ അത് പ്രാപിക്കാൻ സാധിച്ചാൽ നമ്മെപ്പോലെ ശ്രേഷ്ഠന്മാർ വേറെ ആരുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയാലും, ഇവിടെ എന്തെല്ലാം സമ്പാദിച്ചാലും, ആരെല്ലാം നമ്മെ ഉയർത്തിയാലും, ആരെല്ലാം നമ്മെ താഴ്ത്തിയാലും, ഇതെന്തും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളൊന്നുമില്ലാതെയാണ് വന്നത്, ഒന്നുമില്ലാതെയാണ് നമുക്കിവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ നേർച്ചകളോ കാഴ്ചകളോ തിരികത്തിച്ചുള്ള വെട്ടമോ അല്ലെങ്കിൽ നമ്മുടെ സൽപ്രവൃത്തിയോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. കാരണം ആകാശവും ഭൂമിയും സൂര്യചന്ദ്രഗോളങ്ങളെ സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ഈ നന്മകൾ കിട്ടിയിട്ടൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ അല്ലെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിലൂടെ നാം നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി പിതാവായ ദൈവം എന്ത് ചെയ്തു? നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ എന്ന് വെച്ചാൽ തൻ്റെ ഏകജാതനായ പുത്രനെ, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് തരാതെ ഇരിക്കുമോ എന്ന് തിരുവചനം നമ്മോട് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വായിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ, ഈ ഭൂമിയിലെ നന്മയല്ല, ഭൂമിയിലെ അനുഗ്രഹങ്ങളല്ല, ഭൂമിയിലെ ശ്രേഷ്ഠതയല്ല, ഇവിടുത്തെ മഹത്വമല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐക്യ ശുശ്രൂഷ വേളയിൽ പറയുവാൻ ഇടയായിത്തീർന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കി ഞാൻ ഇരിക്കേണ്ടത് നിങ്ങളെ ഇരുത്തേണ്ടത് വീണ്ടും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറയാനിടയായിത്തീർന്നു. നമുക്കറിയാം, ലോകത്ത് ഇന്ന് വരെ നടന്ന ഏറ്റവും വലിയ സംഭവമെന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ദൈവമായിരുന്നവൻ ആ ദൈവത്വം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചു, മനുഷ്യർക്ക് വേണ്ടി മരിച്ചു, മനുഷ്യർക്ക് വേണ്ടി ഉയർത്ത് മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ള സംഭവം നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, അല്ല വചനം പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ്. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. ഇവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവനന്തപുരം അവിടെ നാം വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്തുന്ന ശക്തിയുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവം നമ്മളെയെല്ലാം തൻ്റെ സുവിശേഷത്താൽ വിളിച്ചിരിക്കുന്നത് ആ ഏദേൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട തേജസ്സും മഹത്വവും മഹിമയും ആ നിത്യജീവനും നാം വീണ്ടും പ്രാപിച്ച് കർത്താവിൻ്റെ വരവിൽ കർത്താവിനോട് എടുക്കപ്പെട്ട് ആ കർത്താവ് ഇരിക്കുന്നിടത്തിരിക്കുവാൻ വേണ്ടിയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവനന്തപുരം അവിടെ നാം വായിക്കുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മളവിടെ വായിക്കാൻ ഇടയായിത്തീർന്നു. അപ്പം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഒരു മത്സരമാണ്, ഒരു മരുഭൂ പ്രയാണമാണ്, ഒരു ഓട്ടക്കളമാണ്. അവിടെ ജയിക്കുന്നവന് അവൻ എന്ത് കിട്ടും? ജയിക്കുന്നവന് ആ കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ സിംഹാസനത്തിൽ നിത്യയിൽ ഇരിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കർത്താവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ലോക സംഭവങ്ങളും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും വായിക്കുമ്പോഴും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും കാണുമ്പം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടാമേ.